ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇതെന്റെ ഫ്രണ്ടാണ് അതുൽ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ സമയം 5:45 ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടുന്ന് വയനാടിൻ്റെ വാഗമൺ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. തലപ്പുഴ അപ്പുറമുള്ള മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്ന വലിയൊരു മലയാണ്. ആ ഒരു കുന്നിലേക്ക് ഞങ്ങൾ ഇന്ന് രാവിലെ നമ്മുടെ ഡസ്റ്ററും കൊണ്ട് രാവിലെ കയറാൻ പോവാണ്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഞങ്ങളിതാ മാനന്തവാടി ടൗണിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 3 കൂടുന്ന ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിൻ്റെ താഴെ നിന്ന് നമ്മളിത് ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മുനീശ്വരൻ കുന്നിലേക്ക്. അപ്പോൾ ഗൈസ് കാണാം. ഗൈസ് നോക്കൂ, ഇതാണ് മാനന്തവാടിയുള്ള ഗാന്ധി പാർക്ക്. ഈ ഗാന്ധി പാർക്കിൽ നമുക്കിവിടുന്ന് തട്ടുകടയിൽ നിന്ന് ഒരു ചായയും പത്തലും കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ഇതാണ് മാനന്തവാടി ടൗണിൻ്റെ സെൻറ്റർ. ഇപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ബ്രെഡ് ഓംലെറ്റും ചായയും കഴിച്ച് ഇനിയിപ്പോൾ പയ്യെ തലപ്പുഴ സൈഡിലേക്ക് നീങ്ങാൻ വേണ്ടി പോവാണ്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്, ഇവിടെ നല്ല തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളതങ്ങനെ ചായയും കുടിച്ച് ബ്രെഡ് ഓംലെറ്റും കഴിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ മുമ്പോട്ട് നീങ്ങി. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കാനായിട്ട് ഇവിടെ മാനന്തവാടിയുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് ഞങ്ങളത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം ഞങ്ങളത് ഇവിടുന്ന് എണ്ണ അടിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകും. അടച്ചിട്ടേക്കും. ഓ ഗൈസ്, മാനന്തവാടി ഒരു 2 പെട്രോൾ പമ്പാണുള്ളത്. അതിനകത്ത് താഴത്തെ പെട്രോൾ പമ്പും മേലത്തെ പെട്രോൾ പമ്പും എന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ അതിലെ? അപ്പം മേലത്തെ പെട്രോൾ പമ്പ് ഇപ്പോൾ ഓൾറെഡി അടച്ചിട്ടു. ഇനി നമുക്ക് താഴേക്ക് പോയി നോക്കാം. ഗൈസ്, ഇത് 1 വേ ആണ്. രാവിലെ പ്രശ്നമില്ല. രാവിലെ 8 മണി മുതലാണ് ഇത് 1 വേ ആയിട്ട് ആരംഭിക്കുന്നത്. രാവിലെ ഓ ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ വീണ്ടും താഴത്തെ പെട്രോൾ പമ്പിൽ വന്നപ്പോൾ ഇവിടെയും ക്ലോസ്ഡ് കാണിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ കാര്യമില്ല, ഞങ്ങളിനി പോവുകയാണ്. അങ്ങനെ നമ്മളത് നമ്മുടെ കണിയാരത്തുള്ള പെട്രോൾ പമ്പിൽ കയറ്റി നമ്മുടെ ഡീസൽ അടിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഡീസൽ അടിച്ചിട്ട് മുമ്പോട്ട് നീങ്ങാം. അങ്ങനെ നമ്മളത് കണിയാരം പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിക്കാൻ പോവുകയാണ്. ഓ ഗായ്സ്, നമ്മളങ്ങനെ ഡീസൽ അടിച്ച് ഏകദേശം 1/2 ടാങ്കായി. ഇനിയിപ്പോ നമ്മളത് ഇനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് അതില്? പെട്ടെന്ന് എത്തും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മുടെ ആ സ്പോട്ടിലെത്തും. അപ്പൊ അത് കഴിഞ്ഞ് നല്ല കടുവയും നല്ല പുലിയൊക്കെ ഉള്ള കാടാണ്. നല്ല ഫോറസ്റ്റ് ഓഫീസറൊക്കെ അവിടെ ഉണ്ട്. ഗായ്സ് നോക്കൂ, സമയം രാവിലെ 6:02 നമ്മളങ്ങനെ ഡീസൽ അടിച്ചിട്ട് നമ്മൾ അവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് നമ്മളതാ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് യാത്രയുണ്ട്. ഷേക്കിങ് നോക്കണ്ട, നമ്മുടെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. റോഡ് പണി നടക്കുവാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു 10-20 മിനിറ്റ് യാത്രയുണ്ട് നമ്മുടെ ആ സ്പോട്ടിലേക്ക്. ആ സ്പോട്ട് എന്ന് പറയുന്നത് വയനാടിന്റെ വാഗമൺ എന്ന് അറിയപ്പെടുന്ന ഒരു കുന്നാണ്. അപ്പൊ ആ കുന്ന് കാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുന്നാണ്. കാടാണ്. അപ്പം രാവിലെ തന്നെ പുലിയും കടുവേനെയൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനേനെയും കാണാം. ആ മലേന്റെ മുകളിലൊക്കെ ആന വരുന്നുണ്ടെന്നാണ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാരൊക്കെ നമ്മളോട് നേരത്തെ ഇതിനു മുമ്പേ ഞങ്ങൾ അവിടെ പോയപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് പോയിട്ട് വരാം. ഗായ്സ്, അങ്ങനെ നമ്മളത് തലപ്പുഴ എന്ന് പറയുന്ന ടൗണിലേക്ക് നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നു. തലപ്പുഴ ടൗണിൽ നിന്നും വേറെ ഒരു റോട്ടിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഈ മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്ന, മുനീശ്വരൻ കുന്നെന്ന് അറിയപ്പെടുന്ന വയനാടിന്റെ വാഗമൺ. ഇതാണ് ഗൈസ് തലപ്പുഴ ടൗൺ. ഇതാണ് നമ്മുടെ തലപ്പുഴ ടൗൺ. കണ്ണൂര് പാൽച്ചുരം, കണ്ണൂര് വഴി ഇരിട്ടി വഴി ഒക്കെ കയറി വരുമ്പോൾ ഉള്ള ടൗണാണ് ഈ തലപ്പുഴ ടൗൺ. അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി നമുക്ക് വലത്തേക്ക് എടുത്താൽ നമുക്ക് പോവാൻ പറ്റും. അപ്പം വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് പുറകോട്ട് പോകാം. തലപ്പുഴ ടൗണിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ റോഡ് എടുത്താൽ നമുക്ക് മുനീശ്വരൻ കോവിലേക്കുള്ള വഴിയായി. വേറെ വഴികളുണ്ട്, പക്ഷെ ഇപ്പം റോഡിന്റെ അവസ്ഥ നല്ല രീതിയിലായതുകൊണ്ട് നമ്മളിപ്പോ ഈ വഴി ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഈ വഴിക്ക് നമ്മൾ പോയാൽ കുറച്ച് എത്ര ദൂരം പോകണം? അതില് കുറച്ച് ഒരു 5-6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മുനീശ്വരൻ കോവിലിന്റെ സ്റ്റാർട്ടിങ്ങിലെത്താം. ഗായ്സ്, ഇതാണ് മുനീശ്വരൻ കുന്നിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്താൽ ചിറക്കര, ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് മുനീശ്വരൻ കുന്നിലേക്ക് പോകുന്ന വഴിയാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി
കുറച്ച് വഴി മോശമാണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് മുകളിലേക്ക് കയറാനുള്ള ജംഗ്ഷനിലേക്ക് നമുക്ക് എത്താം. ഗൈസ്, അങ്ങനെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്താൽ നമുക്ക് മുനീശ്വരൻ കുന്ന്. ഇവിടെയൊക്കെ നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഇക്കോ ടൂറിസം സെന്റർ ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ചേക്കുന്നത്. അപ്പം ഫുൾ തേയിലത്തോട്ടങ്ങളിലെ ഇടയ്ക്കോടെയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലതുവശത്തൊക്കെ തേയിലത്തോട്ടാണ്, ഇടതുവശത്തൊക്കെ വീടുകളുണ്ട്. ഈ കാണുന്ന മലയാണ് നമ്മുടെ മുനീശ്വരൻ കുന്ന് എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ അതിന്റെ ഏകദേശം താഴ്ഭാഗത്തെത്തി. ഇനി നമ്മൾ അതിന്റെ ജംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടി മേലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നതായിരിക്കും. അപ്പം മുനീശ്വരൻ കോവിലിന്റെ മുകളിലേക്ക് നമ്മളതാ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. ഗൈസ്, ആദ്യം ഇത് മൊത്തം ഓഫ് റോഡായിരുന്നു. നമ്മുടെ സുജിത് ഭക്തൻ, അതേപോലെ തന്നെ എമിൽ ജോർജ്, ഗ്ലോസ്റ്റർ എന്ന് പറയുന്ന വണ്ടിയും കൊണ്ട് വന്നിട്ട് പാളിപ്പോയ ഒരു റോഡായിരുന്നു ഇത്. അതേപോലെ തന്നെ ഇതിപ്പം കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇപ്പം മേലെ വരെ നമുക്ക് ഏതൊരു വണ്ടിയും സുഗമമായ രീതിയിൽ മേലെ കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൈസ്, നമ്മളിതാ മുനീശ്വരൻ കുന്നിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മളെത്തി. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെ തലപ്പുഴ, മാനന്തവാടി, അതേപോലെ തന്നെ പക്ഷിപ്പാതാളം, അങ്ങനെ പറയുന്ന പല സൈഡുകളും നമുക്ക് കാണാം. വയനാടിന്റെ പല ഏരിയയും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇതിന്റെ ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുനീശ്വരൻ കുന്ന് എക്കോ ടൂറിസം സ്ഥലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതാ ടൈഗറിന്റെ ചിഹ്നം, ടൈഗറിന്റെ ഒരു ഫോട്ടോ എടുത്തേക്കുന്നുണ്ടോ? ഇതുണ്ടോ, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ ഒരു ആസ്ഥാന കേന്ദ്രമാണിത്. അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലം, മുനീശ്വരൻ കുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു മുനീശ്വരൻ്റെ ഒരു കോവിലുണ്ട്. ഇവിടെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം എത്ര മണി വരെ? വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. അതുകൊണ്ട് നമ്മളിപ്പോൾ സമയം 6:30 അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാൾ ഇവിടുത്തെ ഫോറസ്റ്റുകാർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇതെന്താ? ഓ ഗായ്സ്, നോക്കൂ, നമ്മളിതാ ഞാനും അതിലും കൂടി ഇതാ മുനീശ്വരൻ കുന്നിൻ്റെ മുകളിലൂടെ ഇത് രാവിലെ 6:30 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേവരെ സംഭവം തുറന്നിട്ടില്ല, ഞങ്ങൾ മഞ്ഞ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഒരു 7 മണിയാകുമ്പോഴത്തേക്കും ഫോറസ്റ്റ് ഓഫീസറും ആൾക്കാരൊക്കെ വരും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ മഞ്ഞൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഗൈസ്, നോക്ക്, എന്താ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തലപ്പുഴ, പേരിയ, അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. വയനാടിൻ്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഫോറസ്റ്റ് ഓഫീസർ വന്ന് തുറന്നതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോയതിന് ശേഷം നമുക്ക് പക്ഷിപ്പാതാളവും അതേപോലെ തന്നെ മാനന്തവാടി ടൗണും അതേപോലെ തന്നെ മുനീശ്വരൻ്റെ കോവിലും എല്ലാം നമുക്ക് കാണാം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ എത്തി. ഇനി നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുത്ത് നമുക്ക് മുനീശ്വരൻ കുന്നിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മളിത് 2 പേരുടെ ടിക്കറ്റ് എടുത്തു. 2 പേർക്കും കൂടി 90 രൂപ. അപ്പം വലിയവർക്ക് 45 രൂപയും ചെറിയ കുട്ടികൾക്ക് 25 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് വിത്ത് ടാക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബ്രോഷർ തന്നു. ഇതിനകത്ത് നമ്മുടെ മുനീശ്വരൻ കുന്നിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെയാണ്, ഡൂസ് ആൻഡ് ഡോൺസ്, പിന്നെ അതേപോലെ തന്നെ അടുത്തുള്ള സ്ഥലങ്ങൾ, പിന്നെ മുനീശ്വരൻ കുന്ന് എന്താണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനിടാം. ഇനി ആവശ്യമുള്ളവർ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് കയറി ഫോളോ ചെയ്ത് ഇത് നമുക്ക് വായിച്ചു നോക്കാം. യെസ് ഗൈസ്, ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റാണ്. യെസ്, നല്ല കടുവയും ആനയും എല്ലാം ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങളോട് ഇപ്പം ഇവിടുത്തെയുള്ള ഓഫീസർ, ഇവിടുന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് മുറിച്ച് തന്ന് ഓഫീസർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഇതിലൂടെയുള്ള ഇങ്ങനത്തെ കല്ലുകളുള്ള വഴി കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് ഇപ്പം മുനീശ്വരൻ കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്തുകയാണ്. ഗൈസ്, ഇത് ഇവിടെ കാണുന്നതാണ്, ഈ ഏരിയയിലാണ് നമ്മുടെ മുനീശ്വരൻ്റെ ഒരു ചെറിയൊരു അമ്പലം ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം നമുക്ക് ഈ ഏരിയ നമുക്ക് കറങ്ങാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മുനീശ്വരൻ കുന്ന് വ്യൂ പോയിന്റ്. താഴേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്കൊരു ഗുഹയുണ്ട്. പണ്ട് ടിപ്പു സുൽത്താനൊക്കെ യുദ്ധകാലത്ത് സാധനങ്ങൾ ഒളിപ്പിക്കാനും വന്ന് ഒളിച്ചിരിക്കാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഗുഹയാണിത്. അത് ഇതിലൂടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയി
കാണാം. പക്ഷേ ഗുഹ ഇപ്പം അടച്ചിട്ടേക്കുവാണ്, മണ്ണൊക്കെ വെച്ച് മൂടിപ്പോയി. ഗുഹേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോക്ക് ഇച്ചിരി റിസ്ക് ആണ്. അതുകൊണ്ട് നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നില്ല അല്ലേ? യെസ്, അമ്പലത്തിലേക്ക് പോകാൻ. അതെ, ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ അതിലൂടെ പോയി നടന്നു വരാം. ഇത് ഈ കാണുന്നതൊക്കെ നമുക്ക് മേലേക്ക് നടന്നു പോകാൻ പറ്റിയ വഴിയാണ് കേട്ടോ. ഇവിടെ ആനയും എല്ലാം സ്ഥിരമുണ്ട്. ഈ കാണുന്ന താഴെ കാണുന്നതൊക്കെ കാടാണ്. അടിപൊളി വ്യൂ ആണ്. അതെ, ഇന്നിപ്പോൾ മഞ്ഞ് ഇച്ചിരി കുറഞ്ഞു പോയി. മഞ്ഞുള്ളപ്പോൾ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ നെറ്റിൽ ചുമ്മാ അടിച്ചു നോക്കിയാൽ തന്നെ ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും കിട്ടും. പിന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. മഞ്ഞുള്ള വീഡിയോൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തേക്കാം. നമുക്ക് ആനയൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കയറി വരുമെന്നാണ് കേട്ടോ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്. ഈ താഴേന്ന് ഇങ്ങനെ കയറി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി ഇവിടെ, അതെ, ഫുൾ ഫെൻസിങ് ആണ്, ഇലക്ട്രിസിറ്റി ഫെൻസിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രാത്രി ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ താമസിക്കുന്നില്ല. കാരണം ഒറ്റയ്ക്ക് ആയതുകൊണ്ടും എന്തെങ്കിലും സംഭവിച്ചാലൊന്നും ആരും അറിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും താമസിക്കില്ല. പിന്നെ ഈ താഴെ കാണുന്നതൊക്കെ തേയിലത്തോട്ടമാണ്. നമ്മൾ വന്ന വഴിക്ക് നമ്മൾ കണ്ട തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. താഴെ കുറേ വീടുകളുണ്ട്, അവിടെ കുറേ വീടുകളുണ്ട്. ആ കാണുന്നത് തലപ്പുഴ ടൗണാണ്. അത് അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് പുക വന്നു. യെസ് ഗൈസ്, അപ്പോൾ നമുക്കിനി അപ്പുറത്തേക്ക് പോവാം അതിലെ. അപ്പം നമുക്കിനി പയ്യെ മുനീശ്വരൻ്റെ അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു എൻഡ് ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്. നമുക്ക് ഈ എൻഡിൽ പോയിട്ട് നമുക്ക് പോവാം. ഗൈസ്, ഇപ്പോൾ ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇത് നോക്ക്, താഴെ കാണുന്ന ഫുൾ ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിലാണ് ആനയും കടുവയും പുലിയും എല്ലാം ഉള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ആനയൊക്കെ കയറി വരുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത്രയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും റിസോർട്ട് എടുത്തിട്ട് രാവിലെ ഒരു 7 മണിയാകുമ്പം എണീറ്റ് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഈ വ്യൂ എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു ആളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെസ്കോ വയനാട് എന്ന് പറഞ്ഞ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം. അവർ വയനാട്ടിൽ ടൂറിസ്റ്റ് അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ ട്രാവൽ കമ്പനി പോലെ നടത്തുന്ന ഒരു ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരെ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ അവർ ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഈവൻ ഇവിടുത്തെ ടിക്കറ്റ്സ് വരെ നിങ്ങൾക്ക് അവരെടുത്തു തരും. പൈസ കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഇട്ടേക്കാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഓഫ് വോയേജർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇതിന് താഴേക്ക് വനമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ബോർഡ്. ഇത് നോക്കൂ, മഞ്ഞ്. വലിയ കോട നമുക്ക് കിട്ടിയില്ല, എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള കോട കിട്ടിയില്ല അതിലെ. അതെ, ഫുള്ള് പോവും, എന്നിട്ട് വെയിൽ വരും. ഗൈസ്, അത് അവിടെ കാണുന്നതാണ് തേയില നടുന്ന പ്രൊസീജിയറാണ് അവിടെ കാണുന്നത്. അത്ര ക്ലിയർ അല്ല ക്യാമറയിൽ, പക്ഷെ എന്നാലും ഈ കാണുന്ന വെള്ള കളറൊക്കെ കാണുന്നതാണ് തേയില നടുന്നതാണ് അവിടെ. അങ്ങനെ നമ്മൾ മുനീശ്വരൻ കുന്നിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് അതാ കയറി. നമ്മളതാ ആ കാണുന്ന മലയിൽ നിന്നായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ മലയിലേക്ക് പോവാണ്. ഇവിടെ ഒരു മുനീശ്വരൻ്റെ അമ്പലവും പിന്നെ അതേപോലെ തന്നെ ഒരു ഐതിഹ്യം പറയുന്ന ഒരു മരമുണ്ട്. അതും കൂടി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ മുനീശ്വരൻ കുന്നിലുള്ള മുനീശ്വരൻ കോവിൽ. ഇവിടെ ഇടയ്ക്കൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വഴിക്ക് പോയാൽ നമുക്ക് അവിടെ ഒരു പഴയൊരു മരമുണ്ട്. ആ മരത്തിനൊരു ഐതിഹ്യമുണ്ട്. നമുക്ക് ആ മരം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഈ മരമാണ് ഞാൻ പറഞ്ഞ ഐതിഹ്യം എന്ന് പറഞ്ഞ മരം. പണ്ട് ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി പോയ സമയത്ത് വിശ്രമിച്ച മരവും മരത്തിൻ്റെ ചുവടുമാണിത്. അവിടെ ഇപ്പം ചെറിയ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് തൊട്ട് താഴെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട മുനീശ്വരൻ കോവിൽ വരുന്നത്. ഇത് ഈ കാണുന്ന മരങ്ങളുടെ നടുക്കാണ് മുനീശ്വരൻ കോവിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മുനീശ്വരൻ കുന്ന്. ഇതിൻ്റെ അറ്റത്തേക്കൊക്കെ നമുക്ക് നടന്നങ്ങെത്താം. ഇതിന് തൊട്ട് താഴെ ഫുൾ ഫോറസ്റ്റാണ്. ആനയും പിന്നെ അതേപോലെ തന്നെ കരിന്തകൾ, പുലി, കടുവ എല്ലാം ഉണ്ട് എന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റുകാരും എല്ലാവരും പറഞ്ഞത്.
ഗായ്സ് അപ്പം മുനീശ്വരൻ കുന്ന് എങ്ങനെയുണ്ടായിരുന്നു അതിലെ മുനീശ്വരൻ കുന്ന്? അടിപൊളിയാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ തണുപ്പൊക്കെ വേണമായിരുന്നു. അതെ, കുറച്ചും കൂടി പക്ഷേ കോട വേണമായിരുന്നു. കുറച്ചും കൂടി മഞ്ഞ് കയറുന്ന സമയമുണ്ട് ഇവിടെ. അപ്പം മഞ്ഞ് കാണിക്കാന്നും പറഞ്ഞ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് അതില്. പക്ഷെ മഞ്ഞില്ല. ഇറങ്ങുമ്പോ അതെ, അതിന് മഞ്ഞിന്റെ കാര്യമൊക്കെ ഭൂമി നടക്കും. മഞ്ഞിന്റെ കാര്യമൊക്കെ ഭൂമി തരുന്ന സാധനമല്ലേ. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു തുള്ളി പ്ലാസ്റ്റിക് വേസ്റ്റോ മാലിന്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല ആരും, അല്ലേ? കറക്റ്റ് എക്കോ ഫ്രണ്ട്ലി ആണ്. അവിടെ ഗാർബേജ് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതെ, എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഫോറസ്റ്റുകാർ സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഇത് മാനന്തവാടി ഫോറസ്റ്റ് റേഞ്ച് ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ, മാനന്തവാടി ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം മുനീശ്വരൻ കോവിലിലെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇനിയും ഞങ്ങൾ ഇങ്ങനത്തെ തന്നെ എപ്പിസോഡുകൾ ഞങ്ങൾ ഇറക്കും. വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പദ്ധതിയാണ് ഇനി ഞങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പം ഇവിടെ ഈ മുനീശ്വരൻ കോവിലിലെ ഇവിടുത്തെ ഈ വീഡിയോ മുനീശ്വരൻ കോവിലിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.